ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയാണ്. കണ്ണൂരിൽ ഇതിന് കൊഞ്ച് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കൊഞ്ചൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊഞ്ചനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് 1/4 കിലോ കൊഞ്ചനാണ് കേട്ടോ. പിന്നെ കൊഞ്ചൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ ഉള്ളി, നെയ്യ്, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ കൊഞ്ചൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട മസാല എന്ന് പറയുന്നത് മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെയാണ് ഈ കൊഞ്ചൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടത്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അത് ഉള്ളി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മസാലയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, ഗരം മസാല ഇതൊക്കെ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. ഇതൊക്കെ ഇട്ടതിന് ശേഷം തൈര്, മല്ലിച്ചപ്പ്, കുറച്ച് ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുത്ത് ഒന്ന് സെറ്റായി വരുമ്പോൾ കൊഞ്ചൻ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ പൊരിച്ച് വെച്ചതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നമ്മൾ ബേ ലീവ്സ് എന്നിങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ദമ്മൊക്കെ ഇട്ട് ഒന്ന് സെറ്റായപ്പോഴാണ് വീഡിയോ എടുത്തത് കേട്ടോ. റൈസിൽ ചെറുനാരങ്ങ ഒഴിക്കാൻ മറന്നു പോകരുത്, ആ ഒരു ഒട്ടിപ്പിടിക്കൽ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റൈസൊക്കെ ഇട്ട് ഒന്ന് ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് റൈസ്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചത് കൊണ്ട് ഞാൻ ഒരു ഒട്ടിപ്പിടിക്കലോ സംഭവമോ കാര്യങ്ങളൊന്നുമില്ല. റൈസും മസാലയും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണ് ചോറ്. നമ്മൾ പെട്ടെന്ന് ചോറ് കഴിക്കാൻ പോയി, തൈരും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. നല്ല അടിപൊളി ചോറുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെമ്മീൻ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.